വെൽക്കം ഓൾ. ഭഗതെ, എന്തൊക്കെയാണ് വിശേഷം? നമ്മൾ കുറേയായി ബയോളജി ക്ലാസ്സൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ കുറേ കാലത്തിന് ശേഷമാണ് ക്ലാസ്സിലേക്ക് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു പഠിച്ചത്? നമ്മൾ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റിൽ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? വൈ ക്ലാസിഫിക്കേഷൻ. ആ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഒന്ന് രണ്ട് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചതെന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആനിമൽസിൻ്റെ ഡൈവേഴ്സിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പല ആനിമൽസ് അല്ലെങ്കിൽ പല പ്ലാന്റ്സിനും പല സ്ഥലങ്ങളിലുള്ള പേരുകൾ. ഇപ്പം ചെമ്പോത്താണെങ്കിൽ അതിന് ഒരു സ്ഥലത്ത് ഒരു പേര്, അടുത്ത സ്ഥലത്ത് എന്താണ് വേറൊരു പേര്. അതായത് പ്രദേശങ്ങൾ മാറുന്നതിനനുസരിച്ചിട്ട് അത്തരം ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയും ഒക്കെ പേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു പേര് വെച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് പോയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയും കൊണ്ടാണ് അതിൻ്റെ ബേസിസിൽ ബൈനോമിയൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഒരു ടേം കാൾ ലിനേഴ്സ് പ്രപ്പോസ് ചെയ്തത്. എന്തായിരുന്നു ബൈനോമിയൽ നോമൻക്ലേച്ചർ? പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ സയൻറ്റിഫിക്കലി നെയിം നൽകുന്ന ആ ഒരു പദ്ധതിയാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ. ബൈനോമിയൽ നോമൻക്ലേച്ചർ അനുസരിച്ചിട്ട് രണ്ട് സെക്ഷനായിട്ട് നമ്മൾ നെയിം നൽകുന്നു, ജീനസും സ്പീഷീസും വെച്ചിട്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ ബേസിസിൽ നമ്മൾ കുറച്ച് ഓർഗാനിസത്തിൻ്റെ സയൻറ്റിഫിക് നെയിമുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്ലാസിഫിക്കേഷനാണ് അല്ലേ? വർഗീകരണം. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനും 5 കിങ്ഡം ക്ലാസിഫിക്കേഷനും നമ്മൾ പറഞ്ഞു. 2 കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ എന്താണ്, 2 കിങ്ഡമായിട്ടാണ് മൊത്തം ഓർഗാനിസത്തിനെയും ക്ലാസിഫൈ ചെയ്തത്. ഏതൊക്കെയാണ്? കിങ്ഡം പ്ലാന്റ് എന്നും കിങ്ഡം ആനിമേലിയ എന്നും. ദെൻ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അത് ആരാണ് പ്രപ്പോസ് ചെയ്തത്? റോബർട്ട് എച്ച് വിറ്റേക്കർ, RH വിറ്റേക്കർ എന്ന് പറയും. അദ്ദേഹമാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. ആ ഒരു ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് മൊത്തം ഓർഗാനിസത്തിനെയും 5 തലങ്ങളിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 5 കിങ്ഡമായിട്ടാണ് മൊത്തം ഓർഗാനിസത്തിനെയും ക്ലാസിഫൈ ചെയ്തത്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം ഏതൊക്കെയാണ് ആ 5 കിങ്ഡം എന്ന്. ഫസ്റ്റ് വൺ കിങ്ഡം മൊനേറ, സെക്കൻഡ് വൺ കിങ്ഡം പ്രോട്ടിസ്റ്റ, ദെൻ കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം ആനിമേലിയ. ഇങ്ങനെ 5 കിങ്ഡമായിട്ടാണ് RH വിറ്റേക്കർ ഓൾ ഓർഗാനിസത്തിനെ ക്ലാസിഫൈ ചെയ്തത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന കാര്യങ്ങളാണ്. മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി. ആദ്യകാലങ്ങളിൽ ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസങ്ങളുടെ സവിശേഷതകളെക്കുറിച്ചുള്ള നോളജ് നമുക്ക് പരിമിതമായിരുന്നു. അതായത് നമുക്ക് ആദ്യകാലങ്ങളിൽ നമ്മളെ ടെക്നോളജി ഒന്നും ഇത്രത്തോളം അഡ്വാൻസ്ഡ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ടീരിയ പോലുള്ള മൈക്രോ ഓർഗാനിസം, അതായത് ബാക്ടീരിയ ഒക്കെ എന്താണ്, വളരെ കുഞ്ഞായിട്ടുള്ളതാണല്ലേ. അപ്പോൾ ഇത്തരം മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ചുള്ള അറിവുകളൊക്കെ എന്താണ്, നമുക്ക് ആദ്യകാലങ്ങളിൽ വളരെ പരിമിതമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് അതാണോ? നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി ഉണ്ട്. എല്ലാ വിവരങ്ങളും നമുക്ക് കൈത്തുമ്പത്തുന്നുള്ള രീതിയിലാണ് ഈ ഒരു കാലങ്ങളിൽ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. കിങ്ഡം മൊനീറയിൽ ഉൾപ്പെട്ടിരുന്ന ആർക്കിബാക്ടീരിയ എന്ന വിഭാഗം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കിങ്ഡം മൊനേറയിലാണ് ബാക്ടീരിയ ഉൾപ്പെടുന്നതെന്ന്. അപ്പം ഈ കിങ്ഡം മൊനേറയിൽ ഉൾപ്പെട്ടിരുന്ന ആർക്കിബാക്ടീരിയ എന്ന വിഭാഗം എന്താണ്, സ്ട്രക്ചറലിയും ഫങ്ഷണലിയും മറ്റ് ബാക്ടീരിയയിൽ നിന്നും വ്യത്യസ്തമാണെന്ന് കണ്ടെത്തി. അതായത് ആർക്കിബാക്ടീരിയ എന്താണ്, കിങ്ഡം മൊനീറയിലായിരുന്നു ഉൾപ്പെട്ടത്. അപ്പം അവ എന്താണ്, സ്ട്രക്ചറലിയും ഫങ്ഷണലിയും മറ്റ് ബാക്ടീരിയകളിൽ നിന്നും, ആർക്കിബാക്ടീരിയ മറ്റ് ബാക്ടീരിയകളിൽ നിന്നും വ്യത്യസ്തമാണെന്ന് ഫർദർ സ്റ്റഡീസിലൂടെ എന്ത് ചെയ്തു, സയൻറ്റിസ്റ്റുകൾ കണ്ടെത്തി. തുടർന്ന് കിങ്ഡം മൊനീറയെ ഡിവൈഡ് ചെയ്ത് ആർക്കിയ, ബാക്ടീരിയ എന്നീ 2 കിങ്ഡം ആക്കി മാറ്റി. അപ്പം ഫസ്റ്റ് എന്തായിരുന്നു, കിങ്ഡം മൊനീറ. അങ്ങനെ ഒരൊറ്റ കിങ്ഡം മാത്രമേ ഉള്ളായിരുന്നു. ആ കിങ്ഡത്തിലായിരുന്നു ബാക്ടീരിയ, ഓൾ ബാക്ടീരിയ ഇൻക്ലൂഡഡ് ഇൻ കിങ്ഡം മൊനേറ. പക്ഷെ അതിൽ കിങ്ഡം മൊനേറയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആർക്കിബാക്ടീരിയ, ഈ ബാക്ടീരിയ എന്താണ്, മറ്റ് ബാക്ടീരിയകളിൽ നിന്നും ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ ആ ഒരു ആർക്കിബാക്ടീരിയയുടെ ആ ഒരു വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ കിങ്ഡം മൊനേറയെ ആർക്കിയ, ബാക്ടീരിയ എന്നിങ്ങനെ 2 കിങ്ഡങ്ങളാക്കി വർഗീകരിച്ചു. കൂടാതെ കിങ്ഡത്തിന് മുകളിലായിട്ട് ഡൊമെയിൻ എന്നൊരു വർഗീകരണ തലം കൂടി
ചേർത്തു. അപ്പോൾ നമ്മൾ പഠിച്ച ഏറ്റവും ഹയർ ലെവൽ ഏതായിരുന്നു? കിങ്ഡം ആയിരുന്നു. പക്ഷെങ്കിൽ ഇവിടെ എന്താണ്? കിങ്ഡത്തിന് മുകളിലായിട്ട് ഡൊമെയിൻ എന്നൊരു ലെവലും കൂടി അവിടെ ഉൾപ്പെടുത്തി. ഇത്തരത്തിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തു. അങ്ങനെ ഇത്തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ഡെവലപ്പ് ചെയ്തത്. ഈ ഒരു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് കാൾ വൗസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. അപ്പോൾ നമ്മളിവിടെ മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി ആയിരുന്നു പറഞ്ഞത്. അവിടെ കിങ്ഡം മൊനീറയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആർക്കി ബാക്ടീരിയകൾ സ്ട്രക്ചറലിയും ഫങ്ഷണലിയും മറ്റ് ബാക്ടീരിയകളിൽ നിന്നും എന്താണ് വ്യത്യസ്തമാണെന്ന് ഹയർ സ്റ്റഡീസിലൂടെയൊക്കെ മനസ്സിലായി. അപ്പം ഇത്തരം വ്യത്യസ്തത പുലർത്തുന്ന ഈ ഒരു ക്യാരക്ടറിൻ്റെ ബേസിസിൽ കിങ്ഡം മൊനേറയെ വീണ്ടും 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. മൊത്തം 5 കിങ്ഡമായിരുന്നു ഉള്ളത്. അതിൽ ഉൾപ്പെടുന്നതാണ് കിങ്ഡം മൊനീറ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമൈല. അപ്പം ഈ കിങ്ഡം മൊനീറയെ എന്ത് ചെയ്തു? 2 കിങ്ഡമായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? കിങ്ഡം ആർക്കിയ, കിങ്ഡം പ്ലാന്റ്. ഇത്രയും കാര്യം മനസ്സിലായോ? അങ്ങനെ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് കാൾ വൗസ് എന്ന് പറഞ്ഞ സയൻറ്റിസ്റ്റാണ്. ഇവിടെ നിങ്ങൾക്കൊരു ഇലുസ്ട്രേഷൻ 12.4 കാണിച്ചിട്ടുണ്ട്. അത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ്. കണ്ടില്ലേ? ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ. ഇതെന്ന് പറയുന്നത് കിങ്ഡം മൊനീറയെ എന്ത് ചെയ്യുകയാണ് ചെയ്തത്? ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. അങ്ങനെ കിങ്ഡം മൊനീറയെ ഡിവൈഡ് ചെയ്ത് കിങ്ഡം ബാക്ടീരിയ, കിങ്ഡം ആർക്കിയ എന്നും പറഞ്ഞ് 2 കിങ്ഡം പ്രപ്പോസ് ചെയ്തു. പിന്നെ ഇവിടെ നോക്കിക്കേ, റൈറ്റ് സൈഡിലായിട്ട് കാണാം ബാക്കി വരുന്ന 4 കിങ്ഡംസ് ഏതൊക്കെയാണ്? കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ. മനസ്സിലായോ? അതായത് മൊത്തം 5 കിങ്ഡം ആയിരുന്നുള്ളത്. അതിൽ മൊനേറ, കിങ്ഡം മൊനേറ എന്ത് ചെയ്തു? 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഏതൊക്കെയാണ്? കിങ്ഡം ബാക്ടീരിയ എന്നും കിങ്ഡം ആർക്കിയ എന്നും. ആ 2 കിങ്ഡമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കിങ്ഡം ആർക്കിയ, കിങ്ഡം ബാക്ടീരിയ. ദെൻ ബാക്കിയുള്ളത് 4 കിങ്ഡംസ് ആണ്. ഏതൊക്കെയാണ്? കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റ്, കിങ്ഡം ആനിമേലിയ. ഇതാണ് 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. ഈ 4ഉം ഈ 1ഉം ഈ 1ഉം അങ്ങനെ മൊത്തം എത്രയായി? 6 ആയി. അപ്പം 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. കാൾ വൗസ് എന്തുകൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ കിങ്ഡത്തിൻ്റെ മുകളിലായിട്ട് ഡൊമെയിൻ എന്ന് പറഞ്ഞ ഒരു വേർഡ് അല്ലേ, ഒരു ലെവൽ കൂടെ ഹൈറാർക്കിയൽ ഓർഡറിൽ ഡൊമെയിൻ എന്ന് പറഞ്ഞ ഒരു ഓർഡർ കൂടെ കാൾ വൗസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കിക്കേ, ഇവിടെ കാണിക്കുന്നുണ്ട്. ഡൊമെയിൻ ബാക്ടീരിയ, ഡൊമെയിൻ ആർക്കിയ, ഡൊമെയിൻ യുക്കാരിയ. അങ്ങനെ ഒരു ഡൊമെയിൻ എന്ന് പറഞ്ഞൊരു ലെവൽ കൂടെ ഇദ്ദേഹം എന്ത് ചെയ്തു? കിങ്ഡത്തിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലായില്ലേ? 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തത്? കാൾ വൗസ്. ഇനി ഇവിടെ കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഇൻഡിക്കേറ്റേഴ്സൊക്കെ വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ ആൻസർ എഴുതി വെക്കണം. ഇനി ടേബിൾ 12.3 ഫൈൻഡ് ഔട്ട് ദ വേരിയസ് ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ് ബേസ്ഡ് ഓൺ ദ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ സ്യൂട്ടബിളി. അതായത് 6 കിങ്ഡം ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ഒരു ക്ലാസിഫിക്കേഷൻ ലെവൽ ഇവിടെ ടേബിൾ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ കുറേ കിങ്ഡം ഹൈറാർക്കിയൽ ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഹ്യൂമൻ ബീങ്സിലെ ഹോമോസാപ്പിയൻസിൻ്റെ ലെവലുകൾ ഏതൊക്കെയാണെന്ന് എഴുതണം. ഡൊമെയിൻ നമ്മൾ പറഞ്ഞു 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ കിങ്ഡത്തിൻ്റെ മുകളിൽ എന്ത് വന്നിട്ടുണ്ട്? ഡൊമെയിൻ വന്നിട്ടുണ്ടെന്ന്. പക്ഷെ നമ്മൾ മുന്നേ ഒക്കെ പഠിച്ചതിൻ്റെ അവിടെ എന്താണ്? കിങ്ഡത്തിൻ്റെ മുന്നേ നമ്മളിവിടെ ഒന്നും എന്തില്ല, ഇവിടെ കണ്ടോ, കിങ്ഡമാണ് ഫസ്റ്റ് ഓർഡർ. കണ്ടില്ലേ? കിങ്ഡത്തിന് മുകളിൽ എന്ത് കൊടുത്തിട്ടില്ല? ഡൊമെയിൻ കൊടുത്തിട്ടില്ല. കണ്ടോ, ഇവിടെ ഒന്നും ഡൊമെയിൻ നമ്മൾ കൊടുത്തിട്ടില്ല. പക്ഷേങ്കിൽ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മളല്ല, കാൾ വൗസ് എന്ത് ചെയ്തു? കിങ്ഡത്തിൻ്റെ മുകളിൽ ഡൊമെയിൻ എന്ന് പറഞ്ഞ ഒരു ലെവൽ കൂടെ ഉൾപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ ഡൊമെയിൻ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഏത് ഡൊമെയിനിലാണ് വരിക? ഡൊമെയിൻ യുക്കാരിയ. ദെൻ കിങ്ഡം ഏത് കിങ്ഡമാണ്? നമ്മൾ കിങ്ഡം ആനിമേലിയാണ്. ദെൻ ഫൈലം ഏതാണ്? ഫൈലം കോഡാറ്റ. ക്ലാസ് മമ്മേലിയ. ഓർഡർ പ്രൈമേറ്റ്സ്. ഫാമിലി ഹൊമിനിഡേ. ദെൻ ജീനസ് ഹോമോ. ദെൻ സ്പീഷീസ് സാപ്പിയൻസ്. ഇതാണ് നമ്മുടെ ഹൈറാർക്കിയൽ
ഓർഡർ, നമ്മൾ ഹോമോസാപ്പിയൻസ്, നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഹൈറാർക്കിയൽ ഓർഡറാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ക്ലാസ്സിൻ്റെ അവസാനമായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് തരും. അതായത് ഈ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു റിട്ടൺ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ഞാൻ ഈ ഒരു ക്ലാസ്സിൻ്റെ എൻഡിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതാണ്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. ആ ന്യൂസ് റിപ്പോർട്ടിൽ എബോള വൈറസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ. എബോള പറയുന്ന ഒരു ഞാൻ എന്നെപ്പറ്റി തന്നെ പറയുന്ന ഒരു കാര്യമാണ്. അതായത് എബോളയെ പറ്റി തന്നെ പറയുന്ന ഒരു കാര്യമാണ് അവിടെ ബോക്സിൽ കൊടുത്തത്. എ സെല്ലുലാർ, അല്ലേ, കോശമില്ല. എ സെല്ലുലാർ, കോശമില്ല. വിച്ച് ഓൺലി പ്രോട്ടീൻ കോട്ട് ആൻഡ് ദ ജനറ്റിക് മെറ്റീരിയൽ. എന്താണ്? സെല്ലുലാർ ആണ്, എനിക്ക് കോശമില്ല, എന്നാൽ ജനിതക വസ്തുക്കളും പ്രോട്ടീൻ കവചവും മാത്രം. കോശമില്ല, പക്ഷെങ്കിൽ എനിക്ക് എന്തൊക്കെയുണ്ട്? പ്രോട്ടീൻ കോട്ടുമുണ്ട്, ജനറ്റിക് മെറ്റീരിയലുമുണ്ട്. ഐ ആം എ പാത്തജൻ, കോസേറ്റീവ് ഓർഗാനിസം ഓഫ് മെനി ഡ്രെഡഡ് ഡിസീസസ്. അതായത് ഞാനൊരു പാത്തജനാണ്, ഒരുപാട് തരത്തിലുള്ള പലതരത്തിലുള്ള മാരക രോഗങ്ങളുടെയും കാരണമായിട്ടുള്ള ഒരു പാത്തജനാണ് ഞാൻ. ഐ കാൺ ഡിസ്ട്രോയിഡ് ഈസിലി. എന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല? എളുപ്പത്തിൽ നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റില്ല. ഐ ക്യാൻ ഓൺലി ലിവ് ഇൻസൈഡ് എ ലിവ് സെൽ. അതായത് എനിക്ക് ഒരു ജീവനുള്ള സെല്ലിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ജീവിക്കാൻ പറ്റൂ. ഐ ആം ഇൻആക്റ്റീവ് ഔട്ട്സൈഡ് ദ സെൽ. ഞാൻ ആ ഒരു സെല്ലിൻ്റെ പുറത്താണെങ്കിൽ നിർജീവമായിരിക്കും, ഇനാക്റ്റീവ് ആയിരിക്കും. എനിക്ക് എന്താണ്? ഒരു സെല്ലിൻ്റെ ഉള്ളിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ. നിങ്ങൾക്ക് പെട്ടെന്നൊന്നും എന്നെ കൊല്ലാൻ കഴിയില്ല. ഞാനൊരു മാരകമായിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്ന രോഗകാരിയാണ്. ആരാണ് ഈ പറയുന്നത്? എബോളയാണ് പറയുന്നത്. When I enter the host cell, I multiply using the materials there. ഞാനൊരു സെല്ലിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലേ, ഞാനൊരു ആതിഥേയ കോശത്തിൽ എത്തിയാൽ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിച്ച് പെരുകും. നോക്കിക്കേ, എബോള എന്താ ചെയ്യുന്നത്? ഇപ്പം നമ്മുടെ സെല്ലിലാണ് എത്തിയതെങ്കിൽ നമ്മുടെ സെല്ലിലുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് എബോള എന്ത് ചെയ്യും? അങ്ങ് പെരുകുകയാണ് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഐ മൾട്ടിപ്ലൈ റാപ്പിഡ്ലി ആൻഡ് ഡിസ്ട്രോയ് ദാറ്റ് സെൽ. നമ്മുടെ സെല്ലിൽ എത്തിയതിന് ശേഷം എന്താ ചെയ്യുന്നത്? നമ്മുടെ സെല്ലിൽ നിന്ന് അങ്ങ് പെരുകുകയും നമ്മുടെ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുകയും നശിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. ദെൻ ഐ എൻറ്റർ ന്യൂ സെൽസ്. നമ്മളെ സെല്ലിനെ നശിപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു? ഒരു പുതിയൊരു സെല്ലിലേക്ക്, ഇപ്പം കയറിയ ആ ഒരു സെല്ലിനെ നശിപ്പിച്ചിട്ട് പുതിയൊരു സെല്ലിലേക്ക് എന്ത് ചെയ്യുന്നു? അത് എൻറ്റർ ചെയ്യുന്നു. അവർ വേൾഡ് ഈസ് എ വേൾഡ് ഫുൾ ഓഫ് മിസ്റ്ററീസ്, അല്ലേ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എബോള, അല്ലേ, എബോള വൈറസിൻ്റെ ഒരു ആത്മകഥയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എബോളയെ പറ്റി തന്നെ പറയുകയാണ്. അതായത് ഒരുപാട് രോഗങ്ങളൊക്കെ കോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മാരകമായിട്ടുള്ള വൈറസാണ് എബോള എന്ന് പറയുന്നത്. ഇതൊരു സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസമാണ്. ഇതിന് ജനിതക വസ്തു അതും പിന്നെ ഒരു പ്രോട്ടീൻ കോട്ടുമാണ് ഉള്ളത്. ഇതൊരു സെല്ലിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്താണ്? ആ സെല്ലിനെ ഡിസ്ട്രോയ് ചെയ്യുന്നുണ്ട്, പിന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എബോളയെ പറ്റി തന്നെ പറയുകയാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ആൻസേഴ്സ് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ആർ ദ പെക്യുലാരിറ്റീസ് ഓഫ് വൈറസ്. വൈറസിൻ്റെ പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണെന്ന്. Can virus be included in any of the classification methods we have discussed earlier? Why? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ ആൻസേഴ്സൊക്കെ കണ്ടെത്തണം. എഴുതുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി ഇവിടെ അടുത്തൊരു ന്യൂസ് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു ഒരു പുതിയതായിട്ടുള്ള ഒരു ചിത്രശലഭത്തെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് റിപ്പോർട്ടാണ് അവിടെ കൊടുത്തത്. How do we ensure that the organism mentioned in such reports have never been identified? അതായത് ഇപ്പം നമ്മൾ പേപ്പറിലൊക്കെ കാണുന്നുണ്ട്, അല്ലേ, ഒരു പുതിയ പ്ലാന്റ്സ് കണ്ടെത്തി, അല്ലെങ്കിൽ പുതിയൊരു ആനിമലിനെ കണ്ടെത്തി, അല്ലെങ്കിൽ പുതിയ ചിത്രശലഭത്തെ കണ്ടെത്തിയെന്ന്. പക്ഷെ എങ്ങനെയാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇതിനെ ഓൾറെഡി കണ്ടെത്തിയിട്ടില്ല എന്നത്? എങ്ങനെയായിരിക്കും? നമ്മൾ ഇതിൻ്റെ മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു ടാക്സോണമിക്കൽ കീയെ കുറിച്ചൊക്കെ, ഡൈക്കോട്ടമസ് കീ ഒക്കെ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിലവിൽ കണ്ടെത്തിയിട്ടുള്ള എല്ലാ ഓർഗാനിസവും ഈ കീയിൽ, ടാക്സോണമിക്കൽ കീയിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ആ ഒരു കീയിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇത് പുതുതായിട്ടൊന്നും ഇത് ഓൾറെഡി കണ്ടെത്തിയതല്ല എന്നുള്ള കാര്യം. ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഒരു നോട്ട് തയ്യാറാക്കണം.
അപ്പം ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ എൻഡ് ചെയ്യാണ്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ മൊത്തം പറയുന്നത്. നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. വൈ ക്ലാസിഫിക്കേഷൻ എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. ക്ലാസിഫിക്കേഷൻ എന്താണ് ക്ലാസിഫിക്കേഷൻ പഠിക്കണം. ദെൻ ക്ലാസിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണെന്ന്, ദെൻ ഡൈക്കോട്ടമസ് കീ എന്താണെന്ന് പഠിക്കണം. പിന്നെന്താണ്, കുറേ സയൻറ്റിസ്റ്റുകളെ കൊടുത്തിട്ടുണ്ട് അല്ലേ ടെക്സ്റ്റ് ബുക്കിൽ. ആ സയൻറ്റിസ്റ്റുകളുടെ പേരും അവരെ കണ്ടുപിടുത്തങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കണം. ദെൻ ടാക്സോണമിക് ഹൈറാർക്കി, നമ്മുടെ കാൾ ലിനേഴ്സ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ടാക്സോണമിക്കൽ ഹൈറാർക്കി, ആ ലെവലുകൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തണം. അതിനുശേഷം കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് പഠിക്കുക. കിങ്ഡം, ഫൈലം, അതൊക്കെ കുറച്ച് എക്സാമ്പിളിലൂടെ പഠിക്കുക. പിന്നെ ഡൈവേഴ്സിറ്റി ഇൻ നെയിംസ്, നമ്മുടെ പേരുകളിൽ കാണുന്ന ഡൈവേഴ്സിറ്റി. അതിനുശേഷം ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ 2 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ, ഇത്രയും കാര്യങ്ങളും ഇൻക്ലൂഡഡ് എബോള വൈറസ്. ഇത്രയാണ് നമ്മുടെ ചാപ്റ്ററിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. എല്ലാവരും നന്നായിട്ട് വായിച്ചു തുടങ്ങുക. എല്ലാവരും അല്ല, ഭഗത് നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു എക്സാം ഈ ഒരു ചാപ്റ്ററിൽ എടുക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ ലെറ്റസ് അസസ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻ ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അതായത് നമ്മൾ പൊതുവെ എക്സാമിനൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. പെയറിൻ്റെ റിലേഷൻ മനസ്സിലാക്കിയിട്ട് ബ്ലാങ്കിനെ ഫില്ല് ചെയ്യാൻ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തത്? റോബർട്ട് എച്ച് വിറ്റേക്കർ ആണ്. ദെൻ 6 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആരാണ് പ്രപ്പോസ് ചെയ്തത്? കാൾ വൗസ് ആണല്ലേ. അപ്പോൾ അത് ആൻസർ അവിടെ എഴുതിയേക്കുക. ദെൻ ചരക എന്താണ് ചെയ്തത്? ചരക സംഹിത, അതായത് ചരക സിദ്ധാന്തമാണ് പ്രപ്പോസ് ചെയ്തത്. ജോൺ റേ എന്താണ് പ്രപ്പോസ് ചെയ്തത്? ഒരുപാട് 18,000-ഓളം പ്ലാന്റ്സിനെ വെച്ചിട്ടൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേര് അവിടെ എഴുതുക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹിൻസ് എബൌട്ട് സം ഓർഗാനിസംസ് ആർ ഗിവൺ ബിലോ. ചില ഓർഗാനിസത്തിനെ കുറിച്ചുള്ള ഹിൻസ് ആണ് അവിടെ തന്നിട്ടുള്ളത്. നെയിം ദ കിങ്ഡം ടു വിച്ച് ദീസ് ഓർഗാനിസം ബിലോങ്. അതായത് ഇവ ഉൾപ്പെടുന്ന കിങ്ഡത്തിൻ്റെ നെയിം എഴുതാനാണ്. കുറച്ച് ക്യാരക്ടേഴ്സാണ്. ആ ക്യാരക്ടേഴ്സ് വായിച്ചിട്ട് എന്ത് ചെയ്യുക, അത് ഏത് കിങ്ഡത്തിലാണ് വരുന്നതെന്ന്. 5 കിങ്ഡം പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? കിങ്ഡം മൊനേറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫഞ്ചൈ, കിങ്ഡം പ്ലാന്റേ, കിങ്ഡം ആനിമേലിയ. അപ്പോൾ നമ്മുടെ RH വിറ്റേക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ ആ പോർഷൻ വായിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, റൈറ്റ് ഫ്രം ദ ടേബിൾ ദ നെയിം ഓഫ് ദ ഓർഗാനിസം വിച്ച് ഹാസ് മോർ റിസംബ്ലൻസ് വിത്ത് ടൈഗർ. ഗിവ് എക്സ്പ്ലനേഷൻ ഫോർ യുവർ ആൻസേഴ്സ്. അതായത് ഇവിടെ കുറച്ച് ഓർഗാനിസത്തിൻ്റെ പേരുണ്ട്. അതിൽ ടൈഗറുമായിട്ട് കൂടുതൽ റിസംബ്ലൻസ് കാണിക്കുന്ന ഓർഗാനിസത്തിൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. അത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക, ആൻസറുകൾ കണ്ടെത്തുക. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു ഹൈറാർക്കിയൽ ഓർഡർ ഞാൻ ക്ലാസ്സിൻ്റെ അവസാനം കാണിക്കുന്ന ആ ഒരു ഓർഡറാണിത്. നോക്കിക്കേ, കിങ്ഡം ആനിമേലിയ, ഫൈലം കോഡാറ്റ, ക്ലാസ് മമേലിയ, ഓർഡർ പ്രൈമേറ്റ്സ്, ഫാമിലി ഹോമിനിഡേ, ജീനസ് ഹോമോ, സ്പീഷീസ് സാപ്പിയൻസ്. അപ്പം മൊത്തം എന്താ പറയുക? ഹോമോ സാപ്പിയൻസ് എന്നാണ് പറയുക. അപ്പോൾ ഇത് എന്ത് ചെയ്യുക? നോട്ട്ബുക്കിൽ എഴുതി ചേർക്കുക.